ചേട്ടാ, നന്ദി കെട്ടവരാണോ ബംഗ്ലാദേശികൾ? ഇത്രയും നന്ദിയില്ലാത്തൊരു ജനതയെ ലോകത്തെങ്ങും കാണാനാകില്ല. പറഞ്ഞത് ഞാനല്ല, ലോകമറിയുന്ന എഴുത്തുകാരി, ബംഗ്ലാദേശി കൂടിയായ, ബംഗ്ലാദേശിൽ ജനിച്ച് വളർന്ന എഴുത്തുകാരി തസ്ലീമ നസ്രീനാണിത് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞത്? എന്താണ് അവരെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്? യഥാർത്ഥത്തിൽ നന്ദികേടെന്ന് പറയുന്ന വാക്ക് വളരെ 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 താൻ ലെവലിലുള്ളതാണ്. ഈ ബംഗ്ലാദേശികളെ പറ്റി നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ആ വാക്കിൽ എത്രയോ മോശമായ പദമാണ് അവരെ പറ്റി പ്രയോഗിക്കേണ്ടത്. ഈ രാജ്യം തസ്ലീമ നസ്രീൻ ഒരു മാന്യമായിട്ടാണ് പറഞ്ഞതെന്നാണ്. മാന്യമായ ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർ ആ വാക്ക് ഉപയോഗിച്ചെന്നുള്ളതിലുള്ളൂ. 52 വർഷമേ ആയുള്ളൂ. 1971 ഈ രാഷ്ട്രം, ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം പിറവിയെടുക്കുന്ന 1971 സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഇവിടെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് പശ്ചിമ പാകിസ്ഥാനും പൂർവ്വ പാകിസ്ഥാനും അങ്ങനെ ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു കാലത്ത് പ്രായോഗികമല്ല എന്ന് അന്നേ അറിയാവുന്നതായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം പല ഘടകങ്ങളും, ഒരു ലോകത്തിൻ്റെ 2 സ്ഥലത്ത് നിൽക്കുന്ന ഒരു രാജ്യങ്ങൾ എങ്ങനെയാണിത് ഒരു രാജ്യമാകുന്നത്? പിന്നെ മതം മാത്രം അടിസ്ഥാനമാക്കി ഒരു രാജ്യം സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് അതിന് ഒത്തിരി പാഠങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് അന്ന് മുതൽ ഈ ജനത, അതായത് ഈ പൂർവ്വ പാകിസ്ഥാൻ, അവർ ബംഗാളിൻ്റെ ഭാഗമായിരുന്നു. ബംഗാളി ഭാഷയാണ് അവിടെ മൊത്തം സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പാകിസ്ഥാനിൽ ഉറുദു ഭാഷയൊക്കെയാണല്ലോ പാകിസ്ഥാനിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് പിന്നെ അന്ന് മുതൽ പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ അടിച്ചമർത്തൽ എന്ന മുഖത്തിൻ്റെ കീഴിലായിരുന്നു ഈ പൂർവ്വ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്നു. 56-ലും 58-ലും അവാമി ലീഗ് വലിയ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ മുജിബുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിച്ചപ്പോഴാണ് അത് ശക്തമാകുന്നത്. അതിന് കാരണം ഈ ഡാക്ക സർവകലാശാലയിൽ, ഇപ്പോഴത്തെ പോലെ ഡാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭമായിരുന്നു. ബംഗാളി ഭാഷയ്ക്കെതിരെ ഔദ്യോഗിക ഭാഷയായിട്ട് ഉറുദു അടിച്ചേൽപ്പിക്കുന്നതിനെതിരായിട്ടായിരുന്നു അവിടെ പ്രക്ഷോഭം. യുവാക്കളുടെയും കുട്ടികളുടെയും ഈ വിദ്യാർത്ഥികളുടെയും പ്രക്ഷോഭം വളരെ ഭീകരമായ വിധത്തിൽ ആരംഭിച്ചത്. കാരണം അത്ര അടിച്ചമർത്തലാണ് അവർ ഈ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ. തസ്ലീമ നസ്രീൻ തന്നെ പറയുന്നത് 2 ലക്ഷം. അല്ല, അത് പിന്നെ അത് ഞാൻ പറഞ്ഞു, അതിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് മുജിബുർ റഹ്മാൻ പുറത്തു നിന്നാണ് അവസാനം. മുജിബുർ റഹ്മാൻ അവിടെ രാജ്യത്തിന് പുറത്തു പോകേണ്ടി വന്നു. അദ്ദേഹം പുറത്തു നിന്നുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യ പ്രക്ഷോഭം അങ്ങ് രൂപപ്പെട്ടു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പിൽ ഇവിടെ മുഴുവൻ സീറ്റുകളും 2 സീറ്റ് ഒഴികെ മുഴുവൻ സീറ്റും ഇവിടെ അവാമി ലീഗ് എന്ന് പറഞ്ഞ മുജിബുർ റഹ്മാൻ പാർട്ടിക്കാണ് ലഭിച്ചത്. മൊത്തത്തിലുള്ള പാകിസ്ഥാൻ പടിഞ്ഞാറും കിഴക്കും കൂടി ചേർന്നാലും ഭൂരിപക്ഷം അവർക്കുണ്ടായിരുന്നു. ഇവിടെ ഇത്രയും ലഭിച്ചിട്ടും ഇവിടെ പരിഗണിക്കാൻ പോലും തയ്യാറാകാതെ, ഭരണം വിട്ടുകൊടുക്കാതെ അടിച്ചമർത്തുകയായിരുന്നു ചെയ്തത്. അടിച്ചമർത്തൽ എന്ന് പറഞ്ഞാൽ അതിക്രൂരമായ അടിച്ചമർത്തലാണ് ഇവിടെ നടന്നത്. ഈ അന്നത്തെ പൂർവ്വ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് നടന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ മുക്തിബാഹിനി എന്ന ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം അവിടെ ഉണ്ടാക്കുകയും അവരുടെ നേതൃത്വത്തിൽ അതിരൂക്ഷമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് പാക് പട്ടാളം അവരെ അടിച്ചമർത്താൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ത്യയിലേക്ക് ഒഴുകിയത് അഭയാർത്ഥികളായിട്ട്. അവരെ വേണമെങ്കിൽ തടഞ്ഞു നിർത്താൻ ശ്രമിക്കാമായിരുന്നു. പക്ഷേ നമ്മൾ ചെയ്തത് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിനനുസൃതമായിട്ട് അവർക്ക് അഭയം കൊടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമുക്ക് സഹിക്കാവുന്നതിനൊക്കെ അപ്പുറത്തേക്കായി ഈ ആളുകൾ. ഇന്ദിരാഗാന്ധിയാണെന്ന് ഇന്ത്യ പ്രധാനമന്ത്രിയായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിച്ച ഒരു ഭരണാധികാരിയാണ്. പുത്രരാഷ്ട്രീയത്തിന് വിലാസമുണ്ടാക്കി കൊടുത്ത ഒരു ഭരണാധികാരിയാണ്. ഒരുപാട് ദോഷങ്ങൾ അവരുടെ ഭരണത്തിൽ ചൂണ്ടിക്കാണിക്കുന്നവരുണ്ടെങ്കിലും 2 കാരണങ്ങൾ കൊണ്ട് അവർ തിളങ്ങുന്നൊരു വ്യക്തിത്വമാണ്. ഒന്ന്, ഈ ബംഗ്ലാദേശിൻ്റെ വിമോചനം. 2, നമുക്കറിയാവുന്നതുപോലെ ഭിന്ദ്രൻവാലയെ സുവർണ്ണ ക്ഷേത്രത്തിൽ കയറി വെടിവെച്ച് കൊള്ളാൻ അവർ കാണിച്ച ധീരത. ഭിന്ദ്രൻവാലയെ വളർത്തിയത് അവരാണ് എന്ന വസ്തുത അത് പശ്ചാത്തലത്തുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. പക്ഷേ അവരെ സുവർണ്ണക്ഷേത്രത്തിൽ കയറി വെടിവെച്ച് ഈ രാജ്യത്തെ രക്ഷിക്കാൻ കാണിച്ച ആ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ അവരെ നമുക്ക് എന്താ പറയുക, അഭിനന്ദിച്ചാൽ മതിയാവും. അന്ന് പത്രങ്ങൾ പറയുന്നത്, അന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ യുദ്ധശേഷം അവരെ ദുർഗയെന്ന് അടൽ ബിഹാരി വാജ്പേയി വിശേഷിപ്പിച്ചതാണ് അന്നത്തെ പത്രവാർത്തകൾ ഉദ്ധരിച്ചുകൊണ്ട് ആളുകൾ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്നിട്ട് ഇവർ ലോകരാഷ്ട്രങ്ങളിലെ മുഴുവൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങളിലെല്ലാം ഇന്ദിരാഗാന്ധി സഞ്ചരിച്ചു. എനിക്ക് തോന്നുന്നത് അന്ന് റിച്ചാർഡ് നിക്സൺ അവർക്ക് അഭിമുഖം പോലും കൊടുക്കാൻ, അവർക്ക് സന്ദർശനം പോലും അനുവദിക്കാൻ വിസമ്മതിച്ചു. അതായത് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ ലോകം മുഴുവൻ സഞ്ചരിച്ചു.
എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ത്യയിലേക്ക് പ്രവഹിക്കുന്നത്. ഇവരെയൊക്കെ തീറ്റിപ്പോറ്റണ്ടേ? നമ്മളൊക്കെ എന്നെപ്പോലുള്ളവരെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, ഈ സംഭവം ഓർക്കുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കാൻ അന്ന് നമ്മളൊക്കെ പ്രത്യേകം ഒരു സ്റ്റാമ്പ് ഇറക്കി പിന്നെ ഇവർക്ക് ഈ അഭയാർത്ഥി ഫണ്ട് ഏർപ്പെടുത്തി, നമുക്ക് പ്രത്യേക സെസ് ഏർപ്പെടുത്തി, അഭയാർത്ഥികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഏർപ്പെടുത്തി. അങ്ങനെ കാരണം ലക്ഷങ്ങളല്ലേ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ നേരിട്ട് സഹായിച്ചവരാണ് ഇവരെ, നേരിട്ട് നമ്മളൊക്കെ സഹായിച്ചവരാണ് ഈ ജനതയെന്ന് പറയുന്നത്. എന്നിട്ട് അവസാനം ഒട്ടും ഗത്യന്തരമില്ലാതെയാണ് ഇന്ദിരാഗാന്ധി പട്ടാളത്തിൽ നയിക്കുന്ന മനക്ഷ എന്ന് പറയുന്ന ഒരു പിന്നീട് സൈനിക മേധാവി, അദ്ദേഹത്തിന് പിന്നെ ഫീൽഡ് മാർഷലൊക്കെ അദ്ദേഹത്തിൻ്റെ യുദ്ധതന്ത്രമാണ്. അവർ ഇന്ദിരാഗാന്ധിയും കൂടി ഒരു മുറിയിലിരുന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം പൂർണ്ണമായി അംഗീകരിച്ചു കൊള്ളാമെന്ന് ഇന്ദിരാഗാന്ധി സംബന്ധിച്ച് യുദ്ധത്തിൽ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തന്ത്രത്തിലാണ് ഈ നടക്കുന്നത്. ആ യുദ്ധത്തിൽ നമ്മുടെ പട്ടാളക്കാരെ അവിടെ പിന്നെ അവിടുത്തെ ജനത സത്യത്തിൽ സ്ത്രീകളൊക്കെ സ്വീകരിക്കുകയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തസ്ലീമ നസ്രീൻ പറഞ്ഞതുപോലെ 2 ലക്ഷം സ്ത്രീകളെങ്കിലും മാനഭംഗപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവിടെ ലക്ഷക്കണക്കിന് ആളുകളെ വെടിവെച്ച് കൊന്നിരിക്കുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായിട്ട് ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു. ഇതായിരുന്നു അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അത്രയും അനുഭവിച്ച ഒരു ജനതയാണ്. എന്നിട്ട് ഒരു അറോറ എന്ന് പറയുന്ന ഒരു സൈന്യാധിപനാണ് യുദ്ധം നയിച്ചത്. സാമരക്ഷ കാണിച്ച ഔദാര്യം ഇത് ഒപ്പുവെക്കാൻ വേണ്ടി, അതായത് പിന്നെ ഈ കീഴടങ്ങി അവരുടെ വാക്പട്ടാളത്തിൻ്റെ കീഴടങ്ങളിൽ ഒപ്പുവെക്കാൻ അറോറയാണ്. അദ്ദേഹത്തിന് വേണം നേരിട്ട് പോകാമായിരുന്നു. അദ്ദേഹം അത് വേണ്ടാന്ന് വെച്ചിട്ട് യുദ്ധം നയിച്ച അറോറയെ തന്നെ അവിടെ അത് ഒപ്പുവെക്കാൻ വേണ്ടി പിന്നെ അയച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മഹാമനസ്കത എന്ന് പറയുന്നത്. അദ്ദേഹം സാധാരണഗതിയിൽ പട്ടാള മേധാവിയായിരുന്നു ഒപ്പുവെക്കേണ്ടത്. ഇവിടെ മനക്ഷ അങ്ങനെയും ചെയ്തില്ല. അദ്ദേഹം ഈ അറോറയാണ് അങ്ങോട്ടേക്ക് പറഞ്ഞത്. എന്നിട്ട് ആണ് ഈ രാജ്യം കീഴടങ്ങി. വേണമെങ്കിൽ ഇതും ലോക ചരിത്രത്തിലെ ഒരു അത്ഭുതമാണ്. അങ്ങനെ ഒരു രാജ്യം കീഴടക്കിയതിന് ശേഷം ആ രാജ്യം വിട്ട് ആ ജനതയ്ക്ക് തന്നെ കൊടുക്കുക എന്ന് പറയുന്നത്, അവിടെ ജനാധിപത്യം സ്ഥാപിക്കുകയായിരുന്നു. അപ്പോൾ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് ബംഗബന്ധു എന്നും രാഷ്ട്രപിതാവെന്ന് പറയുന്ന ആളാണ് അദ്ദേഹം പുറത്താണ്. അദ്ദേഹം ഇന്ത്യ വഴിയാണ് തിരിച്ച് പിടിച്ചെടുത്തപ്പെട്ട ഇതിലെത്തിയത്. അദ്ദേഹം ഇന്ദിരാഗാന്ധിയാണ് അദ്ദേഹത്തെ ഈ ഗാർഡ് ഓഫ് ഓണർ എങ്ങനെയാണ് ഒരു ഗാർഡ് ഓഫ് ഓണർ എന്നൊക്കെ പറഞ്ഞു മാത്രമേ. എന്നിട്ട് അദ്ദേഹം ഇവിടെ എത്തി രാഷ്ട്രത്തിന് എടുത്തു. ഇവരെ ഈ നന്ദികെട്ട ജനത എന്നവരെ ഇപ്പോൾ പറയുന്നതല്ല, അന്നേ ഇവർ ചെയ്തത് 2 വർഷത്തിനകത്ത് ഈ കൊണ്ടക്കർ മുഷ്താഖ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ അവർ ഈ മുജിബുർ റഹ്മാനെയും കുടുംബത്തെയും വധിച്ചു. ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടിരിക്കുന്ന പ്രധാനമന്ത്രിയും അവരുടെ സഹോദരിയും വിദേശത്തായിരുന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. മുഴുവൻ കുടുംബാംഗങ്ങളെ തന്തക്കിട്ട് തന്നെ അന്നേ അവർ പണിതിരുന്നു, കൃത്യമായി പണിതിരുന്നു. മുജിബുർ റഹ്മാനെയും കുടുംബാംഗങ്ങളെ മുഴുവൻ, ഒരു കുഞ്ഞുപോലും ആ കുടുംബത്തിൽ നിന്ന് ഇനി ഉണ്ടായിരുന്നതിൽ അവിടുത്തെ പട്ടാളക്കാർ അന്ന് തന്നെ പണി തുടങ്ങിയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് അപ്പോൾ നന്ദികെട്ട ജനത എന്നുള്ളത് അവർ ഇപ്പോൾ തുടങ്ങിയ ഒരു കാര്യം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അത് 71 കഴിഞ്ഞ ശേഷമാണ് പിന്നീട് അവിടെ ഭരണമാറ്റങ്ങൾ പലതും ഉണ്ടായി. ഈ ഇന്ത്യയുടെ സഹായം കൊണ്ട് മാത്രമാണ് ആ രാജ്യം രക്ഷപ്പെട്ടു നിന്നത്. കാരണം അവിടുത്തെ ഈ പരുത്തി തുണി എന്ന് പറയുന്ന അതാണ് ഏറ്റവും വലിയ വ്യവസായം. അതിന് ഏറ്റവും വലിയ അത് വാങ്ങുന്നതെന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിലേക്ക് അയച്ചാണ് ചെയ്യുന്നത്. എല്ലാ അർത്ഥത്തിലും എന്നും എല്ലാ ഭരണാധികാരികളും ബംഗ്ലാദേശിനെ സഹായിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ പാകിസ്ഥാൻ എന്ന് പറയുന്നത്, അല്ലെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ സംഘടന അവർ ഈ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഈ ആസാം, നാഗാലാൻഡ്, മണിപ്പൂർ, ത്രിപുര എല്ലാം കൂടെ 4000-ലധികം അതിർത്തിയുണ്ട് ബംഗ്ലാദേശുമായിട്ടുണ്ട്. ഇവിടെയുണ്ട് 4000-ലധികം കിലോമീറ്ററാണ് ഈ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നത് നമ്മുടെ ഇത്രയും സംസ്ഥാനങ്ങൾ വരുന്നത്. ഈ ഒരു വിഘടനവാദികളെയും തീവ്രവാദികളെയും ഇവിടെയുള്ള വിഘടനവാദികളെയും അവിടെ എത്തിക്കാനും ഒക്കെയുള്ള കൃത്യമായ പണി ഈ മതത്തിൻ്റെ പേരിൽ, മതവർഗീയതയുടെ പേരിൽ പാകിസ്ഥാൻ ചെയ്യുകയും അത് ഒരു പരിധിവരെ ആ വിത്ത് ഇങ്ങനെ അവിടെയൊക്കെ കിടന്ന് മുളച്ച് ഈ സ്ഥിതിയിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് എന്തൊരു മോശമായ അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നുള്ളത്. ന്യൂനപക്ഷങ്ങളെന്ന് പറയുന്ന എത്ര ഹൈന്ദവ ക്ഷേത്രങ്ങൾ അവിടെ തകർക്കപ്പെട്ടിരുന്നു, പള്ളികൾ തകർക്കപ്പെടുന്നു. എത്ര ഇനിയും ഒരു അഭയാർത്ഥി പ്രവാഹം ഇന്ത്യയിലേക്ക് 71 പോകെ ഉണ്ടാകുമോ എന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഇപ്പോഴും. മുജിബുർ അതാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഒരു രാഷ്ട്രം സൃഷ്ടിക്കുകയും ഒരു രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കുകയും ഇത്രയും ചെയ്ത് എന്ത് രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പെട്ടാണെങ്കിലും അവർ ഇന്ത്യക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കേണ്ട യാതൊരു കാര്യവും അവർക്കില്ല. ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ടില്ല. എന്നിട്ടാണ് നമ്മൾ ഈ മനസ്സിലാക്കുന്നത് ഇന്ത്യക്കെതിരായിട്ടുള്ള ഈ ഒരു ഇന്ത്യ എന്ന് പറയുന്നത് അത്ര വെറുപ്പിൻ്റെ ഒരു ചിന്ത അവിടുത്തെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുത്ത് ബേസിക്കായിട്ട് ഇപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടായെന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ പിൻതലമുറക്കാർക്കുള്ള സംവരണമാണ് പ്രശ്നം. ഇവർക്ക് അറിഞ്ഞുകൂടാ. ഈ 50 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവരുടെയൊക്കെ തൊട്ട് പൂർവികരാണ് അവിടെ കിടന്ന് അനുഭവിച്ചെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലക്ഷങ്ങളാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടത്, ലക്ഷങ്ങളാണ് കൊല്ലപ്പെട്ടത്, ലക്ഷങ്ങളാണ് എല്ലാം നഷ്ടപ്പെട്ട് ഇന്ത്യയിലേക്ക് ഓടിയെത്തിയ അഭയാർത്ഥികളായത്. അവരുടെയൊക്കെ പിന്മുറക്കാരാണ് ഇത് ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നന്ദികേട് എന്ന ഒരു പദം
മാത്രം പറഞ്ഞ് അതിനെ അവസാനിപ്പിക്കാൻ അല്ല, കഴിയില്ല. എനിക്ക് തോന്നുന്നു ഈ ബംഗ്ലാദേശിൽ നിന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്വരം, ഒരു ബംഗ്ലാദേശിയായ തസ്ലീമ നസ്രിനെ പോലെ ലോകമറിയുന്ന ഒരു എഴുത്തുകാരി ഉറക്കം വിളിച്ചു പറയുകയാണ്, "ദാ ഇത് വലിയ നന്ദികേടാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് കൊടിയ ക്രൂരതയാണ്, നന്ദികേടാണ് ഈ രാജ്യത്തിനോട്, ഇന്ത്യയോട്." അപ്പോൾ അതിനകത്ത് നമ്മൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പാഠങ്ങളൊന്നും നമുക്ക് പഠിക്കാനുണ്ടെന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ രാജ്യങ്ങളെ ശത്രുക്കളാക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ തൊട്ട് ചൈനയിൽ പോയി വരുന്നുണ്ടെന്നാണ് നമ്മൾ കഴിഞ്ഞൊരു ദിവസത്തെ ഇത് കണ്ടത്, വാർത്ത പുറത്തു വന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ചൈന ഏഷ്യയിലെ ഏറ്റവും വലിയ ശക്തിയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുമായിട്ട് അല്ല, മറ്റ് അതിർത്തി പ്രശ്നങ്ങളൊക്കെ ചൈന പരിഹരിച്ചു. പക്ഷെ ഇപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ബംഗ്ലാദേശിനെ എന്നും ഇന്ത്യക്ക് മേൽക്കൈ, ഇന്ത്യയുടെ പുറത്തൊരു കൈ ഉണ്ടായിരിക്കാൻ വേണ്ടി അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിനുവേണ്ടി എല്ലാ വിഘടനഭാഗത്തെയും അവർ പ്രോത്സാഹിപ്പിക്കും. പൊതുവെ വാർത്തകൾ ഈ ബംഗ്ലാദേശ് പ്രശ്നം തുടങ്ങി വെക്കുന്നത് അമേരിക്കയാണെങ്കിലും ഇപ്പോൾ അത് ചൈന ഏറ്റെടുത്തിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും തസ്ലീമ നസ്രീൻ ഈ നന്ദികേടിൻ്റെ ചരിത്രം ഏതാനും വാക്കുകളും വരികളും കൊണ്ട് അവരത് വരച്ചു കാട്ടി. അവർക്കെങ്കിലും ഈ എന്താ പറയേണ്ട, പൂർവ്വകാലത്ത് നടന്ന ഒരു 50 വർഷം, അരനൂറ്റാണ്ട് മുമ്പ് നടന്ന ആ സൈനിക നടപടിയും അതിലൂടെ ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടതിൻ്റെയൊക്കെ ചരിത്രം അവരൊന്ന് ഓർമ്മിപ്പിക്കാൻ അവർക്കെങ്കിലും സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അതെ വലുതാണ് അവിടുത്തെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കാത്തിരുന്ന് കാണാം ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇന്ത്യ ഇനി എന്ത് നടപടി സ്വീകരിക്കും, നയതന്ത്ര തലത്തിൽ എങ്ങനെയായിരിക്കും നീങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ബംഗ്ലാദേശിൻ്റെ നന്ദികേടിൻ്റെ ചരിത്രം ഈ പുതിയ തലമുറയ്ക്ക് ഇനിയെങ്കിലും അത് മനസ്സിലാക്കാൻ സാധിക്കണം, നമ്മുടെ നാട്ടിലുള്ളവർക്കും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ചർച്ച അതിന് സഹായിക്കട്ടെ എന്ന് നമുക്ക് കരുതാം.